നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് എല്ല് തേയ്മാനം, മുട്ടുവേദന, സന്ധിവാതം ഇവയെ മൂന്നിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മൾ പല പ്രാവശ്യമായിട്ട് ഈ സന്ധിവാതത്തിനും മുട്ടുവേദനയ്ക്കും അതുപോലെ എല്ല് തേയ്മാനത്തിനും ചെയ്ത വീഡിയോസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ സൗകര്യാർത്ഥം ഞാൻ അതിനെ ഒന്ന് ക്രോഡീകരിച്ച് 3 വീഡിയോ ആക്കി. ഒന്ന് രാവിലെ കഴിക്കാൻ, ഒന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ, ഒന്ന് രാത്രി കഴിക്കാൻ. അങ്ങനെ 3 വീഡിയോസ് അറ്റ് എ സ്ട്രെച്ച് നിങ്ങൾക്ക് കാണത്തക്ക രീതിയിലാണ്, അതിൻ്റെ ഒരു സൗകര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമ്പർ 1 ആയിട്ട് നമുക്ക് വീഡിയോ നമ്പർ 325, അത് ഈയിടെ നമ്മൾ ചെയ്തതാണ്. അത് ഇപ്പം എല്ല് തേയ്മാനമാവട്ടെ, മുട്ടുവേദനയാവട്ടെ, അതുപോലെ തന്നെ സന്ധിവാതമാവട്ടെ, ഇത് 3 കാര്യത്തിലും നമുക്ക് വേദനയുണ്ടാവും. അതുപോലെ തന്നെ ഈ കാൽസ്യത്തിൻ്റെ കുറവുണ്ടാവും, പോഷകങ്ങളുടെ കുറവുണ്ടാകും. കാൽസ്യം മാത്രമല്ല, അതിനോടൊപ്പം വൈറ്റമിൻ D3 വേണം, അതുപോലെ മാഗ്നീഷ്യം വേണം, ഫോസ്ഫറസ് വേണം, അയൺ വേണം, എല്ലാ പോഷകങ്ങളും വേണം. അപ്പോൾ ഇത് എല്ലാം, അതിൽ ഏറ്റവും പ്രധാനം കാൽസ്യത്തിൻ്റെ അളവാണ്. ഇത് വളരെ കൂടിയ അളവിൽ നമ്മൾ നാച്ചുറലായിട്ട് ശരീരത്തിൽ കിട്ടണം, അതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ മറ്റുള്ള ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്. ഇവയെല്ലാം വളരെ ഫാസ്റ്റായിട്ട് കിട്ടാനുള്ള വളരെയധികം പോഷകപ്രധാനമായ ഭക്ഷണ വസ്തുക്കൾ അടങ്ങിയതാണ് ഈ സൂപ്പ്. ഇന്ന് നിങ്ങൾ രാവിലെ കഴിക്കേണ്ട വീഡിയോ നമ്പർ 325, നിങ്ങൾ രാവിലെ കഴിക്കേണ്ട സൂപ്പ് വീഡിയോ നമ്പർ 325. അപ്പോൾ അതെങ്ങനെ റാഗി, അത്ഭുത ഗുണങ്ങളുള്ള കൂവരക് ഇങ്ങനെ കഴിച്ചാലെന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. എല്ല് തേയ്മാനം മാത്രമല്ല മുട്ടുവേദനയും മാറും എന്ന് പറഞ്ഞിട്ടാണ് ആ ക്യാപ്ഷൻ തന്നെ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്? പ്രധാനമായിട്ട് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കൂവരക് എടുക്കണം. അതിൻ്റെ അളവെല്ലാം ആ വീഡിയോയിലുണ്ട്. കൂവരക്, അതിൻ്റെ കൂട്ടത്തിൽ കപ്പലണ്ടി ഉണ്ട്, കുറച്ച് എള്ളുണ്ട്. ഇത് 3ഉം കൂടെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് മിക്സിയിൽ അടിച്ച് അത് അരിച്ച് പാലെടുക്കണം. പാലെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് വെച്ച് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് അത് എടുത്ത് തിളച്ച് നല്ല കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് മുരിങ്ങയില ഇടുക, കുറച്ച് എള്ള് വേണമെങ്കിൽ കുറച്ച് ഒന്നുകൂടെ ചേർക്കാം, പിന്നെ ചിയാ സീഡ് കുറച്ച് ചേർക്കുക, പിന്നെ ബദാം പൊടിച്ച് ചേർക്കുക, അതോടൊപ്പം വെർജിൻ ഓയിലും ചേർക്കുക. അപ്പം എല്ലാം ഇങ്ങനെ എല്ലാ പോഷകങ്ങളുടെയും ഒരു സങ്കലനമാണത്. കഴിക്കാൻ നല്ല രുചിയാണ്. തേങ്ങാപ്പാലൂടെ ചേർക്കുമ്പോഴത്തേക്ക് നല്ല രുചിയാണ്. തിളച്ച് കുറുകി വരുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്താലും മതി. അപ്പോൾ ആ ഒരു സൂപ്പ് രാവിലെ കഴിക്കുക. അതിപ്പം മറ്റ് ഭക്ഷണം കഴിച്ച് 11 മണിക്കും കഴിക്കാം. പിന്നെ അടുത്തത് നമുക്ക് വേണ്ട എന്താണ്? ഉച്ചയ്ക്കുള്ളത്. ഉച്ചയ്ക്ക് നമുക്ക് ഉച്ചയ്ക്കല്ല, ഒരു സ്നാക്കിംഗ് ആയിട്ട് എടുക്കാം. വേറെ ഒരു കൂവരക് സ്നാക്കുണ്ട്. അത് വളരെ എളുപ്പമാണ്. അത് നമുക്ക് തയ്യാറാക്കാൻ ഒരു പ്രയാസവും. അത് ഇൻസ്റ്റൻ്റായിട്ട്, ഇപ്പോൾ കൂവരക് റോസ്റ്റ് ചെയ്ത് പൊടിയെടുക്കുക. അപ്പം മാർക്കറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റിൽ തന്നെ കിട്ടും കൂവരക് റോസ്റ്റ് പൊടി. അതിൻ്റെ കൂട്ടത്തിൽ ഡേറ്റ്സ്, ഈന്തപ്പഴം എടുക്കണം. അപ്പോൾ പ്രമേഹ രോഗികളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഈന്തപ്പഴമൊക്കെ ഒത്തിരി എടുക്കരുത്, അപ്പോൾ ഭയങ്കരമായിട്ട് കാലറി കൂടും. അപ്പോൾ പ്രമേഹം ഇല്ലാത്തവർക്ക്, ഇപ്പം സന്ധിവാതം ഉള്ളവർ, ഇപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനും ഇത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ മറ്റുള്ള ഓസ്റ്റിയോപോറോസിസ്, എല്ല് തേയ്മാനം, ഇത് 3നും എക്സലൻ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് കൂവരക് റോസ്റ്റ് ചെയ്ത പൊടിയാണ് എടുക്കേണ്ടത്. അതോടൊപ്പം ഡേറ്റ്സ് വേണം, ബദാം കുറച്ച് ആവശ്യത്തിന് എടുക്കുക, കാഷ്യൂനട്ട്, എത്ര ടേസ്റ്റാണെന്ന് ആലോചിക്കണം, അടിപൊളി ടേസ്റ്റാണ്. അതോടൊപ്പം ഇത്തിരി വെർജിൻ ഓയിൽ ചേർക്കുക. പിന്നെ ഇത് എള്ള് വറുത്തതും കൂടെ ചേർക്കുക. പിന്നെ മധുരത്തിന് ഈ ഡേറ്റ്സിൻ്റെ മധുരം മതി, മറ്റു മധുരം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക, മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അടിപൊളിയാണ് ആ സ്നാക്ക്. ഉരുട്ടിയെടുക്കുക. ഉരുട്ടി ഇടയ്ക്കിടയ്ക്ക് സ്നാക്കിങ് വളരെ നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഈ പ്രമേഹ രോഗികൾ ഈ കൂടുതൽ എള്ളല്ല, പ്രമേഹ രോഗികൾ ഡേറ്റ്സ്, നമ്മുടെ ഈന്തപ്പഴം അത്ര ഉപയോഗിക്കേണ്ട, വളരെ കുറച്ച് മതിയാവും. ബാക്കിയെല്ലാം ഉപയോഗിക്കാം, ഒരു പ്രോബ്ലവും ഇല്ല, വളരെ നല്ലതാണ് അവർക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിക്കുക. പിന്നെ നമുക്ക് ജോയിൻറ്റ് പെയിനുമായിട്ട് ബന്ധപ്പെട്ട ഈ 3 കാര്യങ്ങൾക്കും വേദന കുറയാനുള്ള ഒരു നല്ല ഡ്രിങ്കാണ് ഇനി ഉള്ളത്. അപ്പോൾ 3 വീഡിയോസ് ഇങ്ങനെയാണ്. ഇതും ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടതാണ്. 2 വർഷം, ഏകദേശം 1 വർഷവും 2 വർഷത്തിന് ഇടയ്ക്കായിട്ടുള്ളതാണ്. അപ്പോൾ അത് ജോയിൻറ്റ് പെയിൻ
മാറാനെന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു നല്ല പാനീയം. ഈ ഡ്രിങ്കിന് ആവശ്യമായ സാധനങ്ങൾ പ്രധാനമായിട്ട് വീറ്റ് ഗ്രാസ് പൗഡറാണ്. ഇത് മാർക്കറ്റിൽ കിട്ടും. അപ്പം ഇത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഓർഗാനിക് ആയിട്ടുള്ള വീറ്റ് ഗ്രാസ് പൗഡർ എടുക്കുക. ഇത് ഈ ഗോതമ്പിൻ്റെ മുള ഉണക്കി വെച്ചിരിക്കുന്ന മുളയല്ലേ, വീറ്റ് ജാം എന്ന് പറയും. അത് മുള വന്നത് എടുത്ത് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് വീറ്റ് ഗ്രാസ്. അപ്പോൾ ഇതിന് 1 ടീസ്പൂൺ എടുത്താൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ മതിയാവും. 1/4 ടീസ്പൂൺ കരിഞ്ജീരകപ്പൊടി കുറച്ച് ഒരു 2 ടീസ്പൂൺ എടുക്കാം. പിന്നെ ചുക്കുപൊടി, ഇത്രയുമാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചുക്കുപൊടി ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഇതിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ ഒരു വിഷമമുള്ള കാര്യമല്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ചേർത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് വേണമെങ്കിൽ ഇച്ചിരി കരിപ്പെട്ടി ചേർക്കുക. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ച് കുടിക്കുക. നല്ല എഫക്റ്റാണ്. സന്ധിവേദന നന്നായിട്ട് മാറും എന്നാണ് ഇതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് ഞാനീ പറയുന്നത്. പലരും പറഞ്ഞ് കുടിച്ചിട്ട് നമ്മൾ സന്ധിവേദന നന്നായിട്ട് കുറഞ്ഞു മാഡമെന്ന്. അപ്പോൾ സന്ധിവേദന എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, നേരത്തെ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ, നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം ശരീരത്തിനെതിരെ പ്രതികരിച്ച് ഉണ്ടാവുന്ന അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസ്. അതാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ അല്ലാതുള്ള വാദം. പ്രായമാകുമ്പോഴൊക്കെ നമുക്ക് വാദം ഉണ്ടാവും. അത് മിക്കവാറും മെയിനായിട്ട് കാലിൻ്റെ മുട്ടിന് മാത്രമായിരിക്കും അവിടെ വേദന വരുന്നത്, മറ്റുള്ള ജോയിൻസിൽ വേദന കാണത്തില്ല. അതേസമയം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലോ എല്ലാ ജോയിൻസിലും വേദന ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം തന്നെ. പിന്നെ എല്ല് തേയ്മാനത്തിനാണെങ്കിലും പ്രധാനമായിട്ട് എല്ല് തേയ്മാനം ഉണ്ടാവുന്നത് 2 മുട്ടിൻ്റെയും 2 മെയിൻ കാൽമുട്ടിൻ്റെ ഇടയ്ക്കുള്ള നീ ജോയിൻറ്റിൻ്റെ അവിടെയാണ് വേദന വരുന്നതും വീക്കം വരുന്നതും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഡിഫറൻസിയേഷൻ നമ്മൾ മനസ്സിലാക്കിയാൽ അതനുസരിച്ച് മരുന്നുകൾക്ക് വ്യത്യാസമുണ്ടാവും. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് കൊടുക്കുന്ന മരുന്നല്ല ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന 3 റെസിപ്പികളും നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വേദന ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും. മാത്രമല്ല എല്ല് തേയ്മാനം നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. സന്ധിവേദന കുറയ്ക്കുക, എല്ല് തേയ്മാനം നമുക്ക് നന്നായിട്ട് കറക്റ്റ് ചെയ്യാനും ഈ ഒരു രീതിയിൽ ഈ 3 വീഡിയോസും നിങ്ങൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ എന്നുള്ളതിന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ എഫക്റ്റീവാണ്. നമ്മൾ കാൽസ്യത്തിൻ്റെ ഗുളികയും വൈറ്റമിൻ D3 ഒക്കെ കഴിക്കുന്നത് കുറയ്ക്കാനും പറ്റും. വൈറ്റമിൻ D3 കഴിക്കുക, അത് ആവശ്യമുണ്ട്. പക്ഷെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലായിട്ട് ചെല്ലുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് വേറൊരു തരത്തിൽ അത് പ്രശ്നമുണ്ടാക്കുന്നതാണ്. അമിതമായി കാൽസ്യം ചെല്ലുന്നത് രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കും. എത്രോസ്ക്ലെറോട്ടിക് പാച്ച് ഉണ്ടാക്കുന്നതിൽ നമ്പർ 1 ആണ് കാൽസ്യം ബ്ലോക്ക്. കാൽസ്യവും അതുപോലെ തന്നെ യൂറിക് ആസിഡ് ബ്ലോക്ക്, കൊളസ്ട്രോൾ ബ്ലോക്ക് ഒക്കെ ഒരുമിച്ച് വരും. അപ്പോൾ അതിൽ കാൽസ്യം നമ്പർ 1 റീസണാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എക്സ്ട്രാ ആയിട്ട് കാൽസ്യം ടാബ്ലറ്റ് ഫോമിൽ കഴിക്കുന്നത് കുറച്ച് സൂക്ഷിച്ചു പോകുന്നത് വളരെ നല്ലതാണ്, റെഗുലറായിട്ട് കഴിക്കുന്നവർ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചു പോയാൽ ഇങ്ങനെയുള്ള സന്ധിവാതവും മറ്റുള്ള എല്ലാ ജോയിൻസിലെ വേദനയും നമുക്ക് കുറയ്ക്കാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.